എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2025 ജൂലൈ 13 മുതൽ ജൂലൈ 19 വരെയുള്ള വാരഫലമാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഈ 5 കൂറുകാർക്ക് ഈ വാരം അവസരങ്ങളുടെ കാലമാണ്. നിങ്ങളുടെ വീട്ടിൽ ഈ നക്ഷത്രത്തിൽ ഉള്ളവരുണ്ടോ എന്ന് നോക്കുക. ഈ വാരം മുഴുവൻ അർച്ചനയോ ജപമോ കൊണ്ട് ആരംഭിക്കുന്നത് അനുകൂല ഫലങ്ങൾ നൽകും. നാമജപങ്ങൾ മനസ്സിനെ ശാന്തമാക്കാനും ആത്മീയ ശക്തി നേടാനും സഹായിക്കുന്നു. എല്ലാവരും ഓം നമ ശിവായ എന്ന് കമന്റ് ചെയ്യുക. ഈ വാരം നിങ്ങൾക്ക് എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. ദിവസേന പുതിയ ജ്യോതിഷ ഫലങ്ങൾ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, വീഡിയോ ലൈക്ക് ചെയ്യൂ, നിങ്ങളുടെ രാശിയും അഭിപ്രായങ്ങളും താഴെ കമന്റ് ചെയ്യൂ. അശ്വതി, ഭരണി, കാർത്തിക ആദ്യ ഭാഗം വരെ ജനിച്ച മേടക്കൂറുകാർക്ക് ചൊവ്വാഴ്ച വരെ അനുകൂലമായാണ് കാണുന്നത്. കാര്യവിജയം, അംഗീകാരം ഇവ കാണുന്നു. ആഗ്രഹങ്ങൾ നടക്കാനും യാത്രകൾ വിജയിക്കാനും വേണ്ടപ്പെട്ടവരുമായി സന്തോഷം പങ്കിടാനും ഉല്ലാസയാത്രകൾക്കുമുള്ള യോഗങ്ങളും കാണുന്നുണ്ട്. ഉല്ലാസ നിമിഷങ്ങൾ പങ്കിടാനും കിട്ടാനുള്ള പണം തിരികെ ലഭിക്കാനും വായ്പാ ശ്രമങ്ങൾ വിജയിക്കാനുമുള്ള സാധ്യതകൾ ഏറെയായി കാണുന്നു. ബുധനാഴ്ച മുതൽ പ്രതികൂലമായി കാണുന്നുണ്ട്. കാര്യതടസ്സം, പാഴ്ചെലവ്, യാത്രാ പരാജയം, മനപ്രയാസം, അലച്ചിൽ, ശരീര സുഖക്കുറവ് ഇവയ്ക്കുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. വേണ്ടപ്പെട്ടവർ അകലാനും പ്രതീക്ഷിച്ച കാര്യങ്ങൾ നടക്കാതിരിക്കാനുമുള്ള സാധ്യതകളും കാണുന്നുണ്ട്. വെള്ളിയാഴ്ച മുതൽ അനുകൂലമായാണ് കാണുന്നത്. കാര്യവിജയം, ഇഷ്ടഭക്ഷണ സമൃദ്ധി, സൽക്കാരയോഗം, നിയമവിജയം ഇവ കാണുന്നു. ആഗ്രഹങ്ങൾ നടക്കാം, തടസ്സങ്ങൾ മാറിക്കിട്ടാം, യാത്രകൾ വിജയിക്കാം. സർക്കാരിൽ നിന്ന് അനുകൂല ഫലയോഗങ്ങൾ ഉണ്ട്. അധികാര സ്ഥാനങ്ങളിൽ നിന്ന് അനുമോദനങ്ങൾ ലഭിക്കാനും വേണ്ടപ്പെട്ടവരുമായി സന്തോഷ നിമിഷങ്ങൾ പങ്കിടാനുമുള്ള സാധ്യതകളും ഏറെയായി കാണുന്നുണ്ട്. കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി, മകയിരം ആദ്യ പകുതി ഭാഗം വരെ ജനിച്ച ഇടവക്കൂറുകാർക്ക് ഞായറാഴ്ച രാത്രി 7 മണി വരെ പ്രതികൂലമായി കാണുന്നു. കാര്യതടസ്സം, സ്വസ്ഥതക്കുറവ്, ഉദരവൈഷമ്യം, ശരീരസുഖക്കുറവ്, യാത്രാ തടസ്സം ഇവയ്ക്കുള്ള സാധ്യതകളും വേദനാജനകമായ അനുഭവങ്ങൾ വന്നു ചേരാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. ഞായറാഴ്ച രാത്രി 7 മണി കഴിഞ്ഞാൽ മുതൽ അനുകൂലമായി കാണുന്നു. കാര്യവിജയം, മത്സരവിജയം, ശത്രുക്ഷയം, യാത്രാവിജയം, സന്തോഷം, ബന്ധുസമാഗമം, ഇഷ്ടഭക്ഷണ സമൃദ്ധി, സൽക്കാരയോഗങ്ങൾ, സമ്മാനലാഭം, സ്ഥാനക്കയറ്റം, അനുകൂല സ്ഥലംമാറ്റയോഗം ഇവ കാണുന്നുണ്ട്. യാത്രകൾ വിജയിക്കാനും തൊഴിലന്വേഷണങ്ങൾ വിജയിക്കാനും സഹപ്രവർത്തകർ മൂലം സന്തോഷം കൈവരാനുമുള്ള സാധ്യതകൾ ഏറെയായി കാണുന്നുണ്ട്. വെള്ളിയാഴ്ച മുതൽ അല്പം പ്രതികൂലമായി കാണുന്നു. കാര്യതടസ്സം, സ്വസ്ഥതക്കുറവ്, ഉദരവൈഷമ്യം, യാത്രാ തടസ്സം ഇവയ്ക്കുള്ള സാധ്യതകളും വേണ്ടപ്പെട്ടവർ അകലാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. മകയിരം രണ്ടാം പകുതി ഭാഗം, തിരുവാതിര, പുണർദം ആദ്യ മുക്കാൽ ഭാഗം വരെ ജനിച്ച മിഥുനക്കൂറുകാർക്ക് ഞായറാഴ്ച രാത്രി 7 മണി വരെ പ്രതികൂലമായി കാണുന്നു. കാര്യപരാജയം, അപകടഭീതി, ശരീരക്ഷതം, ഇച്ഛാഭംഗം, ശത്രുശല്യം, പരീക്ഷാ പരാജയം എന്നിവയ്ക്കുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ഇരുചക്ര വാഹന യാത്രകൾ സൂക്ഷിച്ചാൽ നന്നായിരിക്കും. പ്രതികൂല സന്ദേശങ്ങൾ ലഭിക്കാനും പുതിയ കോഴ്സുകളിലേക്കുള്ള പ്രവേശന ശ്രമങ്ങൾ പരാജയപ്പെടാനുമുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ഞായറാഴ്ച രാത്രി 7 മണി കഴിഞ്ഞാൽ മുതൽ ഗുണദോഷ സമ്മിശ്രമായി കാണുന്നു. കാര്യങ്ങൾ ഭാഗികമായി ശരിയായേക്കാം. ഉദരവൈഷമ്യം, പ്രവർത്തനമാന്യം, യാത്രാ തടസ്സം ഇവയ്ക്കുള്ള സാധ്യതകൾ കാണുന്നു. വേണ്ടപ്പെട്ടവർ അകലാനും സാധ്യതകൾ കാണുന്നു. ബുധനാഴ്ച മുതൽ അനുകൂലമായി കാണുന്നു. കാര്യവിജയം, പരീക്ഷാവിജയം, ആരോഗ്യം, സ്ഥാനക്കയറ്റം, നിയമവിജയം എന്നിവ കാണുന്നുണ്ട്. കൂടിക്കാഴ്ചകൾ വിജയിക്കാനും വേണ്ടപ്പെട്ടവരുമായി സന്തോഷം പങ്കിടാനും ആഗ്രഹങ്ങൾ നടക്കാനും പുതിയ സുഹൃത്തുക്കളെ കണ്ടുമുട്ടാനും സാധ്യതകളുണ്ട്. തൊഴിലന്വേഷണങ്ങൾ വിജയിക്കാം. പുതിയ കോഴ്സുകൾക്ക് പ്രവേശനം ലഭിച്ചേക്കാം. പുണർദം അവസാന കാൽഭാഗം, പൂയം, ആയില്യം വരെ ജനിച്ച കർക്കിടകക്കൂറുകാർക്ക് ഞായറാഴ്ച രാത്രി 7 മണി വരെ അനുകൂലമാണ്. കാര്യവിജയം, സുഹൃത്ത് സമാഗമം, ആരോഗ്യം, നിയമവിജയം ഇവ കാണുന്നു. തടസ്സങ്ങൾ മാറിക്കിട്ടാൻ സാധ്യത കാണുന്നു. സർക്കാരിൽ നിന്ന് അനുകൂല ഫല യോഗം കാണുന്നുണ്ട്. യാത്രകൾ വിജയിക്കാം.
അധികാര സ്ഥാനങ്ങളിൽ നിന്ന് അനുമോദനങ്ങൾ ലഭിക്കാം. ഞായറാഴ്ച രാത്രി 7 മണി കഴിഞ്ഞാൽ മുതൽ അല്പം പ്രതികൂലമായി കാണുന്നു. കാര്യപരാജയത്തിനും അപകടഭീതിക്കും നഷ്ടങ്ങൾക്കും ഇച്ഛാഭംഗത്തിനുമുള്ള സാധ്യതകൾ കാണുന്നു. ശരീരക്ഷതം, ശത്രുശല്യം, നിയമപരാജയം എന്നിവയ്ക്കുള്ള ചില സാധ്യതകളും കാണുന്നുണ്ട്. സർക്കാരിൽ നിന്ന് പ്രതികൂല ഫലയോഗങ്ങൾ കാണുന്നു. ബുധനാഴ്ച മുതൽ ഗുണദോഷ സമ്മിശ്രമാണ്. കാര്യങ്ങൾ ഭാഗികമായി ശരിയാവാം. ഉദരവൈഷമ്യം, ശരീരസുഖക്കുറവ്, പ്രവർത്തനമാന്ദ്യം, യാത്രാ തടസ്സം, മനപ്രയാസം ഇവ കാണുന്നുണ്ട്. വെള്ളിയാഴ്ച മുതൽ അനുകൂലമാണ്. കാര്യവിജയം, സന്തോഷം, തൊഴിൽ ലാഭം, സ്ഥാനക്കയറ്റം, അംഗീകാരം ഇവ കാണുന്നു. വേണ്ടപ്പെട്ടവരുമായി സന്തോഷം പങ്കിടാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. മകം, പൂരം, ഉത്രം ആദ്യ കാൽഭാഗം വരെ ജനിച്ച ചിങ്ങക്കൂറുകാർക്ക് ചൊവ്വാഴ്ച വരെ അനുകൂലമായി കാണുന്നു. കാര്യവിജയം, മത്സരവിജയം, ശത്രുക്ഷയം, ആരോഗ്യം ഇവ കാണുന്നു. ആഗ്രഹങ്ങൾ നടക്കാനും തടസ്സങ്ങൾ മാറിക്കിട്ടാനും യാത്രകൾ വിജയിക്കാനും പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാനുമുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. പുതിയ ആശയങ്ങൾ ആവിഷ്കരിക്കാൻ സാധ്യത കാണുന്നു. വേണ്ടപ്പെട്ടവരുമായി സന്തോഷ നിമിഷങ്ങൾ പങ്കിടാനുള്ള അവസരങ്ങൾക്കും സാധ്യതകളുണ്ട്. ബുധനാഴ്ച മുതൽ പ്രതികൂലമായി കാണുന്നു. കാര്യപരാജയം, അപകടഭീതി, നഷ്ടം, ഇച്ഛാഭംഗം, വേണ്ടപ്പെട്ടവർ അകലാനുള്ള സാധ്യതകൾ എന്നിവ കാണുന്നു. വെള്ളിയാഴ്ച മുതൽ ഗുണദോഷ സമ്മിശ്രമായി കാണുന്നു. കാര്യങ്ങൾ ഭാഗികമായി ശരിയായേക്കാം. ഉദരവൈഷമ്യം, പ്രവർത്തനമാന്ദ്യം, യാത്രാ തടസ്സം, ധനതടസ്സം ഇവയ്ക്കുള്ള സാധ്യതകൾ കാണുന്നു. ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര ആദ്യ പകുതി ഭാഗം വരെ ജനിച്ച കന്നിക്കൂറുകാർക്ക് ഞായറാഴ്ച രാത്രി 7 മണിവരെ പ്രതികൂലമായി കാണുന്നു. കാര്യതടസ്സം, ശരീരസുഖക്കുറവ്, ഉദരവൈഷമ്യം എന്നിവയ്ക്കുള്ള സാധ്യതകളും വേണ്ടപ്പെട്ടവർ അകലാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. ചില കാര്യങ്ങൾ ഭാഗികമായി ശരിയായേക്കാം. വേദനാജനകമായ അനുഭവങ്ങൾ വന്നു ചേർന്നേക്കാം. പല കാര്യങ്ങളിൽ നിന്നും മാറ്റി നിർത്തപ്പെടുന്നതായി തോന്നാനുള്ള സാധ്യതകളും കാണുന്നു. ഞായറാഴ്ച രാത്രി 7 മണി കഴിഞ്ഞാൽ മുതൽ അനുകൂലമായി കാണുന്നുണ്ട്. കാര്യവിജയം, മത്സരവിജയം, സുഹൃത്ത് സമാഗമം, പരീക്ഷാ വിജയം, ആരോഗ്യം, അംഗീകാരം ഇവ കാണുന്നു. ആഗ്രഹങ്ങൾ നടക്കാനും പുതിയ കോഴ്സുകൾക്ക് പ്രവേശനം ലഭിക്കാനും നല്ല സന്ദേശങ്ങൾ ലഭിക്കാനും കൂടിക്കാഴ്ചകൾ വിജയിക്കാനുമെല്ലാം സാധ്യതകൾ ധാരാളമായി കാണുന്നുണ്ട്. വെള്ളിയാഴ്ച മുതൽ പ്രതികൂലമായി കാണുന്നു. കാര്യപരാജയം, മനപ്രയാസം, ധനനഷ്ടം, ഇച്ഛാഭംഗം, അപകടഭീതി ഇവയ്ക്കുള്ള സാധ്യതകൾ കാണുന്നു. സഹപ്രവർത്തകർ ദ്വേഷിക്കാനും മേലധികാരിയിൽ നിന്ന് ശകാരങ്ങൾ ലഭിക്കാനുമുള്ള സാധ്യതകളും കാണുന്നുണ്ട്. ചിത്തിര രണ്ടാം പകുതി ഭാഗം, ചോതി, വിശാഖം ആദ്യ മുക്കാൽ ഭാഗം വരെ ജനിച്ച തുലാക്കൂറുകാർക്ക് ചൊവ്വാഴ്ച വരെ പ്രതികൂലമായി കാണുന്നു. കാര്യതടസ്സം, സ്വസ്ഥതക്കുറവ്, ഉദരവൈഷമ്യം, പ്രവർത്തനമാന്ദ്യം, യാത്രാ തടസ്സം, ധനതടസ്സം, യാത്രാ പരാജയം ഇവയ്ക്കുള്ള സാധ്യതകൾ കാണുന്നു. വേണ്ടപ്പെട്ടവർ അകന്നേക്കാം. വേദനാജനകമായ അനുഭവങ്ങൾ വന്നു ചേർന്നേക്കാം. ബുധനാഴ്ച മുതൽ പ്രതികൂലമായാണ് കാണുന്നത്. കാര്യവിജയം, മത്സരവിജയം, ദ്രവ്യലാഭം, ആരോഗ്യം, സുഹൃത്ത് സമാഗമം, നിയമവിജയം, സൽക്കാരയോഗം എന്നിവയെല്ലാം കാണുന്നുണ്ട്. ആഗ്രഹങ്ങൾ നടക്കാനും തടസ്സങ്ങൾ മാറിക്കിട്ടാനും നല്ല സന്ദേശങ്ങൾ ലഭിക്കാനുമുള്ള സാധ്യതകളും ധാരാളമായി കാണുന്നു. വിശാഖം അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട വരെ ജനിച്ച വൃശ്ചികക്കൂറുകാർക്ക് ഞായറാഴ്ച രാത്രി 7 മണി വരെ അനുകൂലമായാണ് കാണുന്നത്. കാര്യവിജയം, ആരോഗ്യം, സ്ഥാനലാഭം, അംഗീകാരം ഇവ കാണുന്നുണ്ട്. തടസ്സങ്ങൾ മാറിക്കിട്ടാനും പ്രതീക്ഷകൾ വർദ്ധിക്കാനുമുള്ള സാധ്യതകളും വളരെയേറെയാണ്. ഞായറാഴ്ച രാത്രി 7 മണി കഴിഞ്ഞാൽ മുതൽ അല്പം പ്രതികൂലമായി കാണുന്നു. കാര്യതടസ്സം, സ്വസ്ഥതക്കുറവ്, പ്രവർത്തനമാന്ദ്യം, ഉദരവൈഷമ്യം എന്നിവയ്ക്കും ധനതടസ്സം, യാത്രാ തടസ്സം, മനപ്രയാസം, ബിസിനസ്സിൽ ചില നഷ്ടങ്ങൾ എന്നിവയ്ക്കും സാധ്യതകൾ കാണുന്നുണ്ട്. വേദനാജനകമായ അനുഭവങ്ങൾ വന്നു ചേരാനും ചില സാധ്യതകൾ നിലനിൽക്കുന്നു.
വെള്ളിയാഴ്ച മുതൽ അനുകൂലമായി കാണുന്നു. കാര്യവിജയം, അംഗീകാരം, മത്സര വിജയം, നിയമവിജയം ഇവ കാണുന്നുണ്ട്. ആഗ്രഹങ്ങൾ നടക്കാം, യാത്രകൾ വിജയിക്കാം, തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടാനും സാധ്യതകൾ ധാരാളമായി കാണുന്നു. മൂലം, പൂരാടം, ഉത്രാടം ആദ്യ കാൽഭാഗം വരെ ജനിച്ച ധനുക്കൂറുകാർക്ക് ഞായറാഴ്ച രാത്രി 7 മണി വരെ പ്രതികൂലമായി കാണുന്നു. കാര്യപരാജയം, അഭിമാനക്ഷതം, കലഹം, വാഗ്വാദം, ധനതടസ്സം, നഷ്ടം, ഇച്ഛാഭംഗം ഇവ കാണുന്നു. വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കുന്നത് നന്നായിരിക്കും. ഞായറാഴ്ച രാത്രി 7 മണി കഴിഞ്ഞാൽ മുതൽ അനുകൂലമായി കാണുന്നു. കാര്യവിജയം, സ്ഥാനലാഭം, അംഗീകാരം, നിയമവിജയം ഇവ കാണുന്നു. യാത്രകൾ വിജയിക്കാനും സർക്കാരിൽ നിന്ന് അനുകൂല പല യോഗങ്ങൾക്കുമുള്ള സാധ്യതകൾ കാണുന്നു. ബുധനാഴ്ച മുതൽ പ്രതികൂലമായി കാണുന്നു. കാര്യതടസ്സം, സ്വസ്ഥത കുറവ്, യാത്രാപരാജയം, ഇച്ഛാഭംഗം, നിയമപരാജയം, മനപ്രയാസം ഇവയ്ക്കുള്ള സാധ്യതകൾ കാണുന്നു. വേദനാജനകമായ അനുഭവങ്ങൾ വന്നു ചേർന്നേക്കാം. ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യ പകുതി ഭാഗം വരെ ജനിച്ച മകരക്കൂറുകാർക്ക് ഞായറാഴ്ച രാത്രി 7 മണി വരെ അനുകൂലമായി കാണുന്നു. കാര്യവിജയം, നിയമവിജയം, യാത്രാവിജയം, ഇഷ്ടഭക്ഷണ സമൃദ്ധി ഇവ കാണുന്നു. സർക്കാരിൽ നിന്ന് അനുകൂല ഫലയോഗങ്ങൾ കാണുന്നു. ഞായറാഴ്ച രാത്രി 7 മണി കഴിഞ്ഞാൽ മുതൽ അല്പം പ്രതികൂലമായി കാണുന്നു. കാര്യപരാജയത്തിനും അഭിമാനക്ഷതത്തിനും സാധ്യതകൾ കാണുന്നു. ഇച്ഛാഭംഗം, മനപ്രയാസം, കലഹം ഇവയ്ക്കുള്ള സാധ്യതകളും ഉണ്ട്. ബുധനാഴ്ച മുതൽ അനുകൂലമാണ്. കാര്യവിജയം, അംഗീകാരം ഇവ കാണുന്നു. ആഗ്രഹങ്ങൾ നടക്കാം, യാത്രകൾ വിജയിക്കാം, തടസ്സങ്ങൾ മാറിക്കിട്ടാം. വേണ്ടപ്പെട്ടവരുമായി ഒത്തുകൂടാനുള്ള അവസരങ്ങൾ വന്നു ചേരാനുള്ള സാധ്യതകൾ ഉണ്ട്. വെള്ളിയാഴ്ച മുതൽ പ്രതികൂലമായി കാണുന്നു. കാര്യതടസ്സം, മനപ്രയാസം, വഴക്കുകൾ, ഇച്ഛാഭംഗം എന്നിവയ്ക്കുള്ള സാധ്യതകൾ കാണുന്നു. അവിട്ടം രണ്ടാം പകുതി ഭാഗം, ചതയം, പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം വരെ ജനിച്ച കുംഭക്കൂറുകാർക്ക് ഞായറാഴ്ച രാത്രി 7 മണി വരെ പ്രതികൂലമായി കാണുന്നു. കാര്യതടസ്സം, യാത്രാതടസ്സം, അലച്ചിൽ, ശരീരസുഖക്കുറവ്, ധനതടസ്സം, പാഴ്ചെലവ് ഇവ കാണുന്നുണ്ട്. ഞായറാഴ്ച രാത്രി 7 മണി കഴിഞ്ഞാൽ മുതൽ അനുകൂലമാണ്. കാര്യവിജയം, ഇഷ്ടഭക്ഷണ സമൃദ്ധി, നിയമവിജയം, യാത്രാവിജയം, ആരോഗ്യം ഇവ കാണുന്നു. ആഗ്രഹങ്ങൾ നടക്കാനുള്ള സാധ്യതകളുണ്ട്. സർക്കാരിൽ നിന്ന് അനുകൂല ഫലയോഗങ്ങളും കാണുന്നുണ്ട്. ബുധനാഴ്ച മുതൽ അല്പം പ്രതികൂലമായി കാണുന്നു. കാര്യപരാജയം, അഭിമാനക്ഷതം, ദ്രവ്യനാശം, ഇച്ഛാഭംഗം, കലഹം ഇവയ്ക്കുള്ള സാധ്യതകളുണ്ട്. വാക്കുകൾ സൂക്ഷിച്ചു ഉപയോഗിക്കുന്നത് നന്നായിരിക്കും. വെള്ളിയാഴ്ച മുതൽ അനുകൂലമാണ്. കാര്യവിജയം, സ്ഥാനലാഭം, ആരോഗ്യം, അംഗീകാരം ഇവ കാണുന്നു. യാത്രകൾ വിജയിക്കാനും വേണ്ടപ്പെട്ടവരുമായി ഒത്തുകൂടാനുമുള്ള സാധ്യതകളും കാണുന്നുണ്ട്. പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി വരെ ജനിച്ച മീനക്കൂറുകാർക്ക് ഞായറാഴ്ച രാത്രി 7 മണി വരെ അനുകൂലമായി കാണുന്നു. കാര്യവിജയം, ബന്ധുസമാഗമം, നിയമവിജയം, അംഗീകാരം ഇവ കാണുന്നു. യാത്രകൾ വിജയിക്കാനും വായ്പാ ശ്രമങ്ങൾ വിജയിക്കാനും പുതിയ സാധ്യതകൾ തുറന്നു കിട്ടാനുമുള്ള സാധ്യതകൾ ഏറെയായി കാണുന്നു. ഞായറാഴ്ച രാത്രി 7 മണി കഴിഞ്ഞാൽ മുതൽ അല്പം പ്രതികൂലമായി കാണുന്നുണ്ട്. കാര്യപരാജയത്തിനും യാത്രാ തടസ്സത്തിനും ചിലവുകൾക്കും ധനതടസ്സത്തിനുമുള്ള സാധ്യതകളും, ശരീരസുഖക്കുറവ്, ഇച്ഛാഭംഗം, നിയമപരാജയം ഇവയ്ക്കുള്ള സാധ്യതകളും നിലനിൽക്കുന്നുണ്ട്. ബുധനാഴ്ച മുതൽ അനുകൂലമാണ്. കാര്യവിജയം, ഇഷ്ടഭക്ഷണ സമൃദ്ധി, ദ്രവ്യലാഭം, സന്തോഷം ഇവയെല്ലാം കാണുന്നു. ഉല്ലാസയാത്രകൾക്കുള്ള സാധ്യതകളും ഉണ്ട്. ഉല്ലാസ നിമിഷങ്ങൾ പങ്കിടാനുള്ള സാധ്യതകൾ, ആഗ്രഹങ്ങൾ നടക്കാനും തടസ്സങ്ങൾ മാറിക്കിട്ടാനുമുള്ള സാധ്യതകൾ എന്നിവയെല്ലാം കാണുന്നു. വെള്ളിയാഴ്ച മുതൽ അല്പം പ്രതികൂലമായി കാണുന്നു. കാര്യപരാജയം, അഭിമാനക്ഷതം, കലഹം, മനപ്രയാസം, ഇച്ഛാഭംഗം ഇവയ്ക്കുള്ള സാധ്യതകൾ കാണുന്നുണ്ട്.